ഞാൻ ഇപ്പോൾ ഉള്ളത് എൻ്റെ ഉമ്മൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്നും രാവിലെ അവിടുന്ന് പാലേരിയിൽ നിന്നാകുമ്പോൾ എന്നും രാവിലെ നടക്കാൻ പോകുന്നതാണ്. രാവിലെ ഒരു 5:30 സുബഹി നിസ്കാരവും കഴിഞ്ഞിട്ട് നടക്കാൻ പോകണം. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഉമ്മ പറഞ്ഞ് പേടിപ്പിക്കാൻ തുടങ്ങി. കാട്ടുപന്നിയുണ്ട്, പിന്നെ നായ്ക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് പിന്നെ ചെറുതായിട്ട് ഇവിടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളൂ നടക്കാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഒരു സാഹസത്തിന് മുതിരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈവനിങ് നടക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു കുറച്ചേ ഉള്ളൂ, 10-15 മിനിറ്റുകൾ ഉമ്മൻ്റെ തറവാട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഞാനും അനിയത്തിയും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നടന്ന്, അപ്പോൾ ഈ ഒരു പാടവും വയലൊക്കെ വെച്ചാൽ ഭയങ്കര നൊസ്റ്റാൾജിക് കേട്ടോ. കാരണം ഇപ്പം ഞാൻ ഇതിലേ പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും മക്കളോട് പറയുന്ന മുന്നേ മക്കൾ പറയും ഇപ്പം ഉമ്മൻ്റെ പണ്ടത്തെ പിന്നെ ഇതിൽ മീൻ പിടിക്കാൻ വന്നതും എല്ലാം ഉപ്പുമ്മ പറഞ്ഞു തുടങ്ങുന്നത് സത്യം കേട്ടോ. കാരണം നമ്മൾ ശരിക്കും ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ കുറേ ബാക്കോട്ട് ഇങ്ങനെ പോകും. കാരണം ഞാൻ മദ്രസയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഈ വയലിലൊക്കെ ഇങ്ങനെ വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇതിൽ വന്ന് നമ്മൾ മീൻ പിടിക്കും. പിന്നെ ചെമ്മീനൊക്കെ ഉണ്ടാവും കേട്ടോ. ചെമ്മീൻ, ഞണ്ട്, അങ്ങനത്തെ ചെറിയ ചെറിയ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എന്തിനതിന് പറയൽ തൊള്ളിട്ട് അങ്ങനെ എന്തോന്നാണോ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അതിട്ടിങ്ങാണ്ട് നമ്മൾ പിടിക്കും കേട്ടോ. അപ്പോൾ ഈ വയലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു ഈവനിങ് ആയപ്പോഴും. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് വയലിലേക്കൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുക്കുമെന്ന് ചോദിച്ചപ്പോൾ കൂടെ ഓക്കെയാണ്, അങ്ങനെ എടുത്ത്. പക്ഷെ ഇപ്പം വലിയ കൃഷിയും കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ കുറച്ച് ഒരു ജനുവരി ഫെബ്രുവരി ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഇവിടെ വെള്ളരി, കക്കിരി, പിന്നെ തക്കാളി, പയർ, അങ്ങനത്തെ പല കൃഷികളായിരിക്കും കേട്ടോ ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ നല്ല രസമാണ് ഇതിലൂടെ പോകാനായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ നമ്മളെ പലരും ഉണ്ട് കേട്ടോ. പക്ഷേ ഈ വയലൊക്കെ ആദ്യമേ ഉള്ളതാണ്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലായിട്ട്. പിന്നെ ഇപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങൊന്നും വന്നില്ല കേട്ടോ. അന്ന് അവിടെ ഇങ്ങനെ അതാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇങ്ങനെ കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളത്തിൽ ഇറങ്ങി കളിക്കാനാണ് ഭയങ്കര ഇതാണ്. പിന്നെ ഈ ഒരു തോട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര ഒന്നല്ല വെള്ളം ഉണ്ടാവും കേട്ടോ. ഒരു പകുതിൻ്റെ മേലായിട്ടുണ്ട്. അപ്പോൾ നല്ല മീനൊക്കെ അങ്ങനെ ഓടി കളിക്കുന്നതാണ്. പിന്നെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് നമ്മൾ വെള്ളത്തിലേക്ക് കാലൊക്കെ ഇട്ട് ഇങ്ങനെ കളിക്കും. അപ്പോൾ ഈ റോഡാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം നടക്കാനായിട്ട് നല്ല സുഖമുണ്ട്. പക്ഷേ വണ്ടീൻ്റെ ഒക്കെ അതായതുകൊണ്ട് കുറച്ചൊരു പിന്നെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണമല്ലോ പോകാൻ. കാരണം നല്ല സ്പീഡിലാണ്, ഇത് ഷോർട്ട് കട്ടാണ് ഈ റോഡ്. അപ്പോൾ നല്ല സ്പീഡിലാണ് വണ്ടി പോകുന്നത്. ആദ്യം പോകുമ്പോൾ ഇതിലെ കുറച്ച് നല്ല ഓർമ്മകളാണെന്നുണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, നമ്മൾ വിങ്ങുന്ന ഒരു ഇതും കൂടിയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാണുന്നത് നമ്മളെ മഹല്ല് പള്ളിയാണ്. അപ്പോൾ ഈ പള്ളിയിൽ ഖബർസ്ഥാനുണ്ട്. അപ്പോൾ അവിടെ നമ്മളെ 3 ആൾക്കാർ കിടക്കുന്നുണ്ട്. ഒന്നിൻ്റെ മോനുണ്ട്, പിന്നെ എൻ്റെ ഉപ്പുണ്ട്, പിന്നെ എൻ്റെ ഉമ്മൻ്റെ ഉമ്മയുണ്ട്. 3 ആൾക്കാരും എൻ്റെ ലൈഫിലെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഒന്നും ഇങ്ങോട്ട് സ്റ്റക്കാവും കേട്ടോ. കാരണം നമ്മൾ വിചാരിക്കാത്ത സമയത്ത് വന്നിട്ടുള്ളൊരു ഇതാണ്. അപ്പം മോൻ്റേതായിട്ടുണ്ടെങ്കിൽ എനിക്കിതിലെ ഒന്നും ഞാൻ ആദ്യം പോക്കേയില്ലായിരുന്നു കേട്ടോ. മോനിതായി പോയതിന് ശേഷം. കാരണം എനിക്കിത് ഇവിടെ കാണുമ്പോൾ എന്തെല്ലോ ഒരു നമുക്ക് എന്താ പറയുക, ഒരു പറയാൻ പറ്റില്ല, എന്തെല്ലോ ഒരു വെപ്രാളുള്ളൊരു ഫീലിങ്സാണ് ഉണ്ടാവാറുള്ളത്. അപ്പം അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അമ്മനോട് ചോദിച്ചാട്ടോ ചായക്ക് എന്താ വേണ്ടിയെന്ന്. അപ്പം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എവിടെയും ഒരു കടകളും തുറന്നിട്ടില്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇവരുടെ പുത്തുമട എന്ന സ്ഥലമുണ്ട്, അങ്ങോട്ട് പോയതാണ്. അപ്പോൾ ഞാൻ അനിയത്തിനെ പറയുമ്പോൾ നമുക്ക് എന്തായാലും ഒരു ഫലൂദൊക്കെ കഴിക്കാം. അങ്ങനെ നമുക്ക് ഷവർമയും ബർഗറൊക്കെ വാങ്ങി ഞങ്ങളൊരു ഫലൂദയും കഴിച്ചിട്ടോ. പക്ഷെ അതിന് പറഞ്ഞ് നല്ല പിന്നെ എന്താ ഇവിടുത്തെ ഭയങ്കര ടേസ്റ്റാന്നൊക്കെ പറഞ്ഞ് കയറിയത് സ്പെഷ്യൽ ഫലൂദ. പക്ഷേ എനിക്ക് അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും തോന്നിയില്ല, സാധാ ഒരു നോർമലായിട്ട് തന്നെ തോന്നിയത്.